ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നു കേട്ടോ. എന്നോട് കുറേ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയച്ച്, നിനക്ക് അവിടെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്, നല്ല ഫുഡാണോ, നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഫാമിലി നല്ലതാണ്. നല്ല അപ്പച്ചനും നല്ല അമ്മച്ചും നല്ല സ്നേഹമുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് ഇഷ്ടപ്പെട്ട വെരി ഗുഡൊക്കെ പറയും കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഞാനിതിന് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെനിക്ക് വെയിറ്റ് ചെയ്യും. എന്നിട്ട് പറയും, ബാ കഴിച്ചിട്ട് പോയിട്ട് ബാക്കി ചെയ്താൽ മതി. ഞാൻ വന്നിരുന്നാലേ അവരും കഴിക്കാൻ തുടങ്ങുള്ളൂ. അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറഞ്ഞു, ഞാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെയാണ് പറഞ്ഞത്. അറിയത്തില്ല, ഒരാഴ്ച ആയതേ ഉള്ളൂ. നോട്ട് എ പോയിൻ്റേ. പക്ഷേ ഉണ്ടല്ലോ, ഫുഡ് മാത്രം എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ ഇവിടുന്ന് കുറച്ച് അരിയൊക്കെ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേൽ എനിക്കെന്താ അത് വയ്ക്കാം. പക്ഷേ ഞാനിവിടെ ചോറ് വെച്ചാൽ അത് ഇവർക്കും കൂടി കൂടിയാണ്. ഇവരെന്തുണ്ടാക്കിയാലും എനിക്കൂടി കൂടിയേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാനൊരു ദിവസം ചോറ് വെച്ചു. അമ്മച്ചി പുറത്ത് പോയി, ക്ലബ്ബിൽ പോകും അമ്മച്ചി ഇന്ന് രാവിലെ. അപ്പോൾ അമ്മച്ചി വരുമ്പോൾ ഞാൻ ചോറ് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ നമുക്ക് ഇന്ന് ചോറ് മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ 2 സ്പൂണാണ് കേട്ടോ ആ ചോറെടുത്തത്. ബാക്കി വെജിറ്റബിൾസൊക്കെ. എനിക്കത് 3 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഗ്ലാസ് അരിയിട്ട് ചോറ് വെച്ചത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ അമ്മച്ചി വെക്കുന്നത് ഒരുമിച്ചാണ്. അപ്പോൾ എനിക്ക് തന്നെയായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് എൻ്റെ മാത്രം കാര്യമാട്ടോ. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി വേറെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഈമ മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ആബ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളിടത്ത് നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാം. അവർ ശ്രദ്ധിക്കില്ല. പക്ഷേ ഇവിടെ 2 പേരുണ്ട്. അപ്പം അമ്മച്ചിയാണ് മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത് ഇവിടെ. അവരുടെ ഫുഡൊക്കെ വെക്കുന്നത്. അപ്പോൾ എന്നോട് അരിഞ്ഞു കൊടുക്കാനും ഒക്കെ പറയുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എൻ്റെ ഫുഡ് എന്തൊക്കെയായിരുന്നു എന്ന്. എനിക്ക് ആദ്യത്തെ ദിവസം കിട്ടിയ സാധനമാണ് കേട്ടോ അത്. ബ്രെഡ് റോസ്റ്റ് ചെയ്തതാണ്. ബ്രെഡും കുക്കുമ്പറും ചീസും ഇതൊക്കെ ഞാൻ കഴിച്ചു. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ വെള്ളവും കുടിച്ചു കേട്ടോ. ഉച്ചയായപ്പോഴത്തേന് പിന്നെ അമ്മച്ചി നൂഡിൽസ് ഉണ്ടാക്കിയത്. ഈ നൂഡിൽസിനകത്തോട്ട് മീറ്റ് ഇട്ടിട്ടുണ്ട്. മീറ്റ് അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ നൂഡിൽസ് കുറേ ഒരുമിച്ച് വേവിച്ച് വെക്കുവാണേ. അതിന് ശേഷമാണ് അതിൽ നിന്ന് കുറച്ചെടുത്ത് അതിൽ മീറ്റെല്ലാം മിക്സ് ചെയ്ത് ഉച്ചയ്ക്ക് തന്നത്. വൈകിട്ട് ആ നൂഡിൽസ് വേറെ ഏതോ ഒരു രൂപത്തിലാക്കി ബ്രെഡും അതിന് കുറേ ചമ്മന്തി പോലെ ചിക്കൻ ചേർത്ത ഒരു ചമ്മന്തി കേട്ടോ അത്. അതെനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഞാൻ കഴിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. ഇങ്ങനെയാണ് ഒരു ദിവസത്തെ എൻ്റെ ഫുഡിൻ്റെ റൊട്ടീൻ വരുന്നത് കേട്ടോ. പിറ്റേ ദിവസമായപ്പോൾ ഒരു വെറൈറ്റിക്ക് മുട്ട ഓംലേറ്റ് ഉണ്ടായിരുന്നു. മുട്ട ഓംലേറ്റ്, കുക്കുംബർ, ബ്രെഡ്. ഇതിന്ന് ഒരു മാറ്റമില്ല. രാവിലെ ബ്രെഡും കുക്കുംബറും, അല്ലെങ്കിൽ ബ്രെഡും ചീസ്, അല്ലെങ്കിൽ ബ്രെഡും യോഗേർട്ടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും തേൻ. ഇന്ന് ഞാൻ കഴിച്ചത് ബ്രെഡും തേനും കൂടിയിട്ടാണ്. ഇതെൻ്റെ ഒരു ദിവസത്തെ ഉച്ചത്തെ ഫുഡായിരുന്നേ. ഇത് ആക്ച്വലി തലേദിവസം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്. പിറ്റേ ദിവസം വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് കിടക്കുന്നത് ഈ വെള്ള കളർ കാണുന്നത് സവോളയാണ്. സവോള നല്ലപോലെ പുഴുങ്ങി, അതിനൊപ്പം തന്നെ ക്യാബേജും അതും പുഴുങ്ങിയിട്ട് അത് ഓരോ ഇതളാക്കി അടർത്തിയെടുക്കും. അതിലോട്ട് ചോറും മീറ്റും വേറെ എന്തൊക്കെയോ സാധനം ഫില്ല് ചെയ്ത് പിറ്റേ ദിവസമാണ് അത് വേവിച്ചെടുത്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കത് വായിൽ വയ്ക്കാൻ തോന്നിയില്ല. ഭയങ്കര മധുരവും പുളിയും ഒരു വല്ലാത്ത ടേസ്റ്റായിരുന്നു. തലേദിവസം പ്രിപ്പയർ ചെയ്ത ഫുഡാണിത്. അപ്പോൾ തലേദിവസം ഇതിങ്ങനെല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം നല്ലപോലെ വേവിച്ച് പിന്നെ എല്ലാവർക്കും സെർവ് ചെയ്തു അമ്മച്ചി. പക്ഷേ എനിക്ക് സബോളയുടെ മണമൊക്കെ വന്നിട്ട് എനിക്കതിനൊരു കഴിക്കാൻ ഒട്ടും പറ്റിയില്ല. അവസാനം ഞാൻ ആ 2 ബീട്രൂട്ട് കഴിക്കുകയാണ് ചെയ്തത്. ഈ ബീട്രൂട്ട് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ ആ കേസ് എനിക്ക് മനസ്സിലായത്. നാട്ടിലൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചുമ്മാ നമ്മളൊരു ബീട്രൂട്ട് എടുത്ത് 2 കഷ്ണമായിട്ട് മുറിച്ച് ഇങ്ങനെ ഉപ്പിട്ട് വെള്ളത്തിൽ നല്ലപോലെ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞ് അത് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ, നല്ല ഹെൽത്തി ഫുഡാണ്. ഇതെൻ്റെ ഇന്നലത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. മുട്ട പുഴുങ്ങുന്നതാണ്. മുട്ട പുഴുങ്ങുന്ന പാത്രമാണ് കേട്ടോ. 3 മുട്ട ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ടാണ്. അതിന് ശേഷം നമ്മുടെ ആ ബീട്രൂട്ട് ഇല്ലേ അന്നത്തെ, അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ആ ബീട്രൂട്ട് പുഴുങ്ങിയതും പിന്നെ കുറച്ച് സലാഡ്, പിന്നെ ഒരു എഗ്ഗ്, 4 ബ്രെഡും ഞാൻ കഴിച്ചു കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഇന്നലത്തെ വൈകുന്നേരത്തെ ഫുഡ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഫുഡൊക്കെ? അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫുഡ് ഞാൻ പിന്നെയും പറയാം, എല്ലാവർക്കും ഇതുപോലൊന്നും ആയിരിക്കില്ല. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല, ഫുഡൊന്നും കുഴപ്പമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കുട്ടികൾ ഇഷ്ടമുള്ള സാധനമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് കൊതി തീർത്തിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ. ഓക്കെ, ബൈ, വീണ്ടും കാണാം.